സഹോദരൻ ജോസ് ഫിലിപ്പും സൂസമ്മയും കുടുംബവും പാലാരിവട്ടത്ത് പരിസര പ്രദേശങ്ങളിൽ പാർക്കുന്നവരെന്നുള്ള നിലയ്ക്ക് പാലാരിവട്ടം സഭയുടെ അംഗങ്ങളായിട്ട് അവർ ആയിരിക്കുന്ന നാളുകളിൽ ഇന്നും പ്രിയ അലക്സ് ജേക്കബും സഹോദരി സൂസമ്മയും പാലാരിവട്ടം സഭയുടെ അംഗങ്ങളാണ്. പ്രിയ അമ്മച്ചി അവിടെ വന്ന് അവരുടെ ഭവനത്തിൽ പാർക്കുമ്പോൾ പാലാരിവട്ടം സഭയുടെ അംഗമായിട്ട് ചില വർഷങ്ങൾ തന്നെ അവിടെ ആയിരുന്നുവെന്ന് പറയുവാൻ തൊക്കണം കഴിയും. ഇവിടെ ഒരു പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ ഏത് അവസരത്തിലും പ്രിയ അമ്മച്ചിയെ കാണുവാൻ ചെന്നാൽ വളരെ സുസ്മേരവതയായിട്ട് ആത്മീയരായിട്ടുള്ളവരുടെ ക്ഷേമ അന്വേഷണങ്ങൾ ആരാഞ്ഞ് അറിയുന്ന ദൈവനാമ മഹത്തിനായിട്ട് ആ നിലയിലുള്ള ചോദ്യോത്തരങ്ങൾ ശ്രവിക്കുന്ന ഒരു പ്രിയ മാതാവായിട്ട് പ്രിയപ്പെട്ടവളെ കാണുവാൻ തക്കോണം സാധിച്ചു. ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോടൊപ്പം ചേർക്കപ്പെടുമെന്നുള്ള പ്രത്യാശ നമുക്കുള്ളതിനാൽ നമുക്ക് നമ്മുടെ പ്രിയ മാതാവിനെ സന്തോഷത്തോടെ യാത്ര അയക്കാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പാലാരിവട്ടം സഭയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പ്രിയ മക്കളോടായിട്ട് പറയുവാനായിട്ടുള്ളത്. അനേക ഓർമ്മകൾ എനിക്കുണ്ട്. ഈ മുണ്ടത്താനത്ത് വരുമ്പോഴൊക്കെ വരുന്ന ഒരു ഭവനമാണ്. വിശേഷാൽ ഫിലിപ്പ് സാറുമായിട്ട് സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രാധാന്യവും പ്രാഗൽഭ്യവും ഒക്കെ കൊണ്ട് വളരെയധികം സംസാരിക്കുവാൻ ഇടവന്നിട്ടുണ്ട്. ഈ മാതാവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഈ മാതാവിൻ്റെ പിതാവ് പൊൻകുന്നത്ത് ഗവൺമെൻറ് സർവീസ് വള്ളക്കാരൻ ജോലിയായിരുന്നെന്ന് സുവിശേഷകനായി പൊൻകുന്നത്തെ കത്തോലിക്ക ഭവനങ്ങളൊക്കെ ചെല്ലുവാനും അതിന് മാന്യതയും ഒക്കെ അവിടെ ലഭിച്ചിരുന്നു. ഈ മാതാവ് ഹോസ്പിറ്റലായിരുന്നപ്പം പലപ്പോഴും ഞങ്ങൾ ചെന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ മാതാവ് നിത്യയിലേക്ക് മാറ്റപ്പെടുന്ന ദിവസം തന്നെ രാത്രിയിൽ വളരെ അസാധാരണമായി ഞങ്ങൾ കുടുംബമായി വേറൊരു വഴിക്ക് പോയിട്ട് അവിടെ കയറേണ്ടി വന്നു. ഏറ്റവും ഒടുവിലായിട്ട് പ്രാർത്ഥിച്ചത് ഞാൻ കൂടുതലായി ബുദ്ധിമുട്ട് വരരുത്, അങ്ങയുടെ സന്നിധാനത്തിലേക്ക് ചേർക്കണം എന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഇടവരുത്തി എന്നുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ മരണത്തെ സംബന്ധിച്ച് ഈ മരണാനന്തര കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വിവരവും പരിജ്ഞാനവും ഉള്ള ഒരു സ്ഥലമാണ് മുണ്ടത്താനം എന്ന് എനിക്കറിയാം. ഒരു കാലത്ത് സൈമൺ സാറും കെ എ ബ്രാവും കെ ജി തോമാച്ചനും ഒക്കെ പല ഭവനങ്ങളിൽ കടന്നു വന്ന് യോഗങ്ങൾ നടത്തുവാൻ അനുഗ്രഹം ലഭിച്ച ഒരു സ്ഥലമാണ്. ഇന്ന് ആ സ്ഥലം എങ്ങനെ എന്ന് ഞാനതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഒരു കാലത്ത് ഇതുവഴി വന്നപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞ പള്ളിയുടെ മുമ്പിൽ വണ്ടി ഒന്ന് നിർത്തണമെന്ന്. അയാൾ പറഞ്ഞ് പള്ളിയോ, ഇവിടെ മുഴുവൻ പള്ളിയല്ലേ എന്ന് ചോദിച്ചു. അത്രമാത്രം പള്ളികളുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതാണ്, ഈ വചനത്തിന് നിർമ്മലമായ സത്യം മരണം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചുള്ള ചുരുക്കമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. ഒരിടത്ത് ക്രിസ്തുവിൽ മരിച്ച മുതന്മാർ ഭാഗ്യവാന്മാർ, മറ്റുള്ളിടത്തൊക്കെ നിദ്ര എന്നാണ്. ഈ മാതാവ് ഇപ്പം ദൈവസന്നിധാനത്തിലാണ്. മാതാവിൻ്റെ ശരീരം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കർത്താവ് എന്നതിൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുന്ന മനോഹരമായൊരു ദിവസം നമ്മുടെ ജീവിതയാത്രയിലുണ്ട് എന്നുള്ളത് മുണ്ടത്താനത്ത് അറിയപ്പെടാത്തവരുണ്ടെങ്കിൽ അതും അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കർത്തൃസന്നദ്ധയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രിയ മാതാവ് എന്നുള്ളത് നമുക്ക് സന്തോഷമാണ്. പക്ഷേ ഈ മാതാവ് വാർദ്ധക്യത്തിലാണ് മരിച്ചതെങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്, മരിക്കുന്നതിന് വാർദ്ധക്യമൊന്നും ആവശ്യമില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അനേകരെ കാണുന്നത് ഞങ്ങളുടെ ആ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പ്രദേശത്തൊക്കെ ചെറുപ്പക്കാർ വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്നു. പക്ഷേ അവരൊക്കെ ദൈവത്തിന്റെ സന്നിധാനത്തിലാണോ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ മരണാനന്തര സന്ദർഭത്തിലാണ് സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും സഹൃദയന്മാർക്കും ഒക്കെ പ്രത്യേകമായ പ്രാധാന്യം അതിന് നൽകി കവിതകൾ എഴുതാറുണ്ട്. ഈ സമയമാനത്തിൽ നിന്നുള്ള കവിത ഞാൻ അടുത്ത കാലത്ത് എൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ഈ സിനിമാ നടൻ സത്യൻ, അദ്ദേഹം CSI-കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി എടുക്കാൻ നേരത്താണ് ഈ കവിത, ഈ പാട്ട് അവിടെ പാടിയത്. സാഹിത്യകാരന്മാർ ചോദിച്ചു, ഈ പാട്ട് ആരെഴുതാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതിന് കാരണമുണ്ട്. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ആ ഗാനത്തിൽ സംസ്കൃതമോ മറ്റു പദ്യങ്ങളോ ഒന്നുമില്ല. വളരെ ശാന്തമായി സൗമ്യമായി എഴുതിയൊരു ഗാനമാണ്. കർത്താവ് മരണസമയത്ത് മാത്രം പാടുന്നൊരു പാട്ടല്ല. വിശ്വാസികളെ സംബന്ധിച്ച് വചനത്തിന് നിർമ്മലമായ സത്യം മനസ്സിലാക്കുന്നവർ വളരെ വ്യക്തമായി കർത്താവിൻ്റെ ഒരു വരവിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചുള്ള പ്രാധാന്യം തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത്. വ്യക്തമായി ഞാൻ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. വളരെ വ്യക്തമായി നമുക്ക് ഓർമ്മിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരണാനന്തര ജീവിതം എന്നുള്ളത് ചിന്തിക്കുന്ന പലപ്പോഴും ഇങ്ങനെയുള്ള മരണാനന്തര വേദികളിലാണ്. നമ്മൾ ഏത് സന്ദർഭത്തിൽ ദൈവസന്നിധാനത്തിൽ ഇപ്പം കരിസ്മാറ്റിക് മൂവ്മെന്റ് വന്നതിന് ശേഷമാണ് കത്തോലിക്കൽ മരണം വരുന്ന ഓർക്കുക വൃത്തിയാണ് ഈ കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും എന്ന് പാടുന്നു. വളരെ വ്യക്തമായിട്ട് ആ പാട്ടിൽ അന്തർലീനമായിട്ടുള്ളൊരു സത്യമുണ്ട്.
മരണം വരെയുള്ള കാര്യങ്ങളെ ഉള്ളൂ എന്നവിടെ പറഞ്ഞു. സമയം ലഭിച്ചുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആവശ്യമായ ആശ്വാസവും സമാധാനവും സംതൃപ്തിയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഒരു അനുസ്മരണയായിട്ട് വാക്കുകളൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. കൊച്ചമ്മയുടെ അടുത്ത് ഞാൻ പലപ്പോഴും ഞങ്ങൾ പോവുകയും വിശേഷാൽ പാഴൂർ ആശുപത്രിയിൽ ആയതിനു ശേഷം കാണണമെന്നുള്ള നിർബന്ധം വരുമ്പോൾ അവിടെ ചെന്ന് കൊച്ചമ്മയുടെ അടുത്ത് പോയി തനിക്കിഷ്ടമുള്ള ചില പാട്ടുകൾ പാടി ദൈവവചനത്തിൽ നിന്ന് ചില ആശ്വസിപ്പിക്കുകയും പ്രത്യാശയുടെ ചില വാക്യങ്ങൾ ഓർപ്പിക്കുവാനും ഇടയായിട്ടുണ്ട്. ചില നാളുകൾ ഞങ്ങളുടെ കൂടെ താമസിപ്പാനും എൻ്റെ അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് അവരൊരുമിച്ച് ആയിരിക്കാനും ദൈവം ഇടയാക്കി. കൊച്ചമ്മയിൽ ഞങ്ങൾ വളരെ ഞങ്ങളോടുള്ള സ്നേഹവും ഞങ്ങളോടുള്ള കരുതലും ഞാൻ ഇവിടെ വളർന്ന ജീവിച്ച കാലം മുതൽ അനുഭവിച്ചതാണ്. വിവാഹിതയായി ഒരു സൗന്ദര്യമുള്ള ഫിലിപ്പിച്ചായൻ്റെ സഹധർമ്മിണിയായി വന്നു കയറിയ നാളുകൾ ഞാൻ ഒരിക്കലും മറക്കാത്തതാണ്. കങ്ങയുടെ പ്രദേശങ്ങളിൽ ഞാൻ കൂടെ വരുന്നതാണ്. മറ്റു പല ചടങ്ങുകൾക്കും വിവാഹങ്ങൾക്കും ശവസംസ്കാരങ്ങൾക്കൊക്കെ ഞാൻ വരാറുണ്ട്. ഈ നാളുകളിൽ കൂടെ എല്ലാ ദിവസവും ഒരുപക്ഷെ ഞാൻ ഈ പ്രദേശത്തേക്ക് കടന്നു വരാറുണ്ട്. അപ്പച്ചൻ കർത്താവിൽ വിശ്വസിച്ച ഒരു കാലെടുത്ത് വെച്ചതിൻ്റെ അനുഗ്രഹങ്ങൾ തലമുറകളായി ഞങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ ഫിലിപ്പിച്ചായൻ്റെ കൂടെ ചെറുപ്പകാലത്ത് നടന്നതും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. എന്നെ ഒരുപക്ഷെ എൻ്റെ പിതാവിനേക്കാൾ കൂടുതൽ കരുതിയ ഒരു വ്യക്തിയാണ്. ഈ ഭവനം എൻ്റെ ഭവനം പോലെ ഞാൻ വരികയും പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം, കൊച്ചമ്മയ്ക്ക് അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിച്ചു, പ്രയാസം കൂടി, ഏത് സമയത്തും കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ നിർബന്ധമുണ്ടായി. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് പോയി കണ്ടുകളയാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഒരു ദിവസം അവിടെ പോയി. പതിവ് പോലെ കൊച്ചമ്മ വ്യത്യസ്തമായ ഒരു ചിരിക്കുന്ന മുഖത്തോടെയാണ് ഞാൻ കണ്ടത്.
ഈ ശവ സംസ്കാര ശുശ്രൂഷയിൽ എനിക്കും ഒന്ന് സംബന്ധിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയർക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ പ്രിയപ്പെട്ട അമ്മച്ചി കഴിഞ്ഞ ദിവസം ലോകം വിട്ട് കടന്നുപോയെങ്കിലും ഒരു സമയം കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ തന്നോട് കൂടെ ചേർക്കപ്പെടുവാൻ യോഗ്യയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കർത്താവിന് സ്തോത്രം. പ്രത്യേകിച്ച് ഈ കുടുംബവുമായിട്ട് ഞങ്ങളുടെ കുടുംബവും വളരെ പഴയ ബന്ധമാണുള്ളത്. കർത്താവിന് സ്തോത്രം. ഈ അമ്മച്ചിയുടെ പിതാവ് പാസ്റ്റർ ഫിലിപ്പ് അപ്പച്ചന് പ്രസംഗിക്കുമ്പോൾ 2 പ്രസംഗം കേൾക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഈ കുടുംബത്തിലെ പിതാവ് ഫിലിപ്പ് സാറ് ഞാനുമായിട്ട് വളരെ ബന്ധപ്പെട്ടായിരുന്നു. കാരണം ഞാൻ ആ സ്കൂളിൽ പഠിച്ചു. 5ാം ക്ലാസ് ആയപ്പോൾ ഞാൻ പഠിത്തം നിർത്തി. എന്നാൽ 2-3 കൊല്ലം പഠിത്തം നിർത്തേണ്ടി വന്നു. ഫിലിപ്പ് സാറിൻ്റെ ശ്രമഫലമായിട്ടാണ് വീണ്ടും ഞാൻ ആ സ്കൂളിൽ തന്നെ ചേർന്ന് പഠിച്ച് ജയിച്ച് ഒരു സ്ഥാനത്തെത്തുവാൻ സഹായിച്ചു. അത് മറക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല. കർത്താവിന് സ്തോത്രം. ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ദൈവിക കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ എന്നെ പഠിത്ത കാര്യത്തിലും മറ്റ് പല കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്ദേഹം വളരെ ശ്രമിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് ഒരു പ്രസംഗ സ്കൂളിൽ വിദ്യാർത്ഥികളെല്ലാം കൂടെ ഒരു പ്രസംഗ മത്സരം നടക്കുമ്പോൾ ഞാനും അതിൽ പങ്കുകൊണ്ടു. കർത്താവിന് സ്തോത്രം. എനിക്ക് ആ പ്രസംഗത്തിലെ 1ാം സമ്മാനം കിട്ടി. അതിൻ്റെ സമ്മാനമായിട്ട് എനിക്ക് തന്നത് പാസ്റ്റർ നേതാവിൻ്റെ പേരെന്താ? സൈമൺ സാറിൻ്റെ ജീവചരിത്ര പുസ്തകമാണ് എനിക്ക് അന്ന് കിട്ടിയത്. കർത്താവിന് സ്തോത്രമായിട്ട് സംസാരിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. ഈ യോഗത്തിൽ സംബന്ധിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയുള്ള സമയങ്ങളെല്ലാം കർത്താവ് തന്നെ നടത്തി അനുഗ്രഹപൂർണ്ണമായി തീർക്കട്ടെ. അടുത്ത കർത്താവ് വരുമ്പോൾ തന്നോടോടെ കാണപ്പെടുവാനുള്ള പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ സംഹരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വീണ്ടും പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാലും ഈ അമ്മച്ചിക്ക് ഒരു മകളും 2 ആൺമക്കളുമാണ് ഉള്ളത്. അതിൽ മകളുടെ ഭർത്താവാണ് ഞാൻ. 1965 ഡിസംബറിലാണ് ഈ ഭവനവുമായിട്ട് എനിക്ക് ബന്ധപ്പെടുവാനിടയായത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എപ്പോൾ ഞാൻ കുവൈറ്റിൽ നിന്ന് ഇവിടത്തേക്ക് കടന്നു വരുന്നുണ്ടോ അപ്പോഴെല്ലാം അമ്മച്ചിയുടെ വാത്സല്യ സ്നേഹ സംഭാഷണവും പെരുമാറ്റവും അനുഭവിപ്പാൻ എനിക്ക് ഇടവന്നു. അമ്മച്ചി 2 പ്രാവശ്യം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ കുവൈറ്റിലേക്ക് കടന്നു വന്നു. കടന്നു വരുമ്പോഴൊക്കെയും ഞങ്ങൾക്ക് ഒരുമിച്ച് ആ ഹൃദ്യത തുടരുവാൻ ഇടയായി. എന്നാൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ നിന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ കാർ എടുത്ത് അവിടത്തേക്ക് വരുവാനും അമ്മച്ചിയെ കാണുവാനും ശുശ്രൂഷിക്കാനും ഉള്ളതായ സാഹചര്യം അടിയങ്ങൾക്ക് കിട്ടി. നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടതായ ആ രാത്രിയിൽ ഞാൻ അവിടെ ഇല്ലായിരുന്നു. അമ്മച്ചിയുടെ മകൾ സൂസനും ലീനയുമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് അമ്മച്ചിയെ ഈ ലോകത്തിൽ നിന്ന് യാത്ര അയപ്പാൻ ഒരു ഭാഗ്യം കിട്ടി. ഞങ്ങൾക്ക് 2 മക്കളാണ്. മക്കൾക്ക് വളരെയധികം സ്നേഹമുള്ളതായ അമ്മച്ചിയായിരുന്നു നമ്മെ വിട്ട് കടന്നുപോയിരിക്കുന്നത്. ആ അമ്മച്ചിയുടെ സ്നേഹാദരങ്ങൾ അവർക്കും